प्यारे बच्चों सालम ऑनलाइन उर्दू क्लास में सभी को मेरा बरखुलूस आदाब എല്ലാ മക്കളെയും സൈലം ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെയാണ് നമ്മുടെ ഓണപരീക്ഷ അല്ലേ സാറേ? ഓണപരീക്ഷയായി അടിപൊളിയാണ്. നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ മാറി, ടെക്സ്റ്റ് പുസ്തകം മാറി. ഞങ്ങൾ ആകെ ഇടങ്ങേറിലാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഒരു പ്രശ്നമില്ലടാ, അടിപൊളിയായിട്ട് നമുക്ക് ഉറുദു പരീക്ഷയൊക്കെ എഴുതാം. അപ്പോൾ മാഷ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നാളത്തെ പരീക്ഷയിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമുക്ക് എഴുതുന്ന രീതി എങ്ങനെ, എത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം ചിത്രം കണ്ടിട്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചോളൂ. നോക്കാം. തസ്വീർ ദേക്കിയേ. എന്താണ് മക്കളെ മനോഹരമായിട്ടുള്ള തസ്വീർ അല്ലേ? എന്താണ് തസ്വീർ? ഒരു ചിത്രം. ഇതൊരു ചിത്രമാകുന്നു സാറേ അല്ലേ? ഇതൊരു ചിത്രമാകുന്നു. എന്തിൻ്റെ ചിത്രമാണ് മക്കളെ? ഇത് വീടിൻ്റെ ചിത്രമാകുന്നു. വീടിൻ്റെ ചിത്രമാകുന്നു അല്ലേ? വീടിൻ്റെ ചിത്രമാകുന്നു. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഗർ ഹേ അല്ലേ? ഗർ ഹേ. ഇതൊരു വീടാകുന്നു അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു വീടാകുന്നു. അപ്പം നിങ്ങളുടെ വീട്, നമ്മുടെ വീട് നമുക്ക് എത്ര ചെറുതാണെങ്കിലും അത് എന്തായിരിക്കും? മനോഹരമായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഗർ ഹേ. ഗർ ഹേ. ഇത് വീടാകുന്നു അല്ലേ? വീടല്ലത്, മനോഹരമായിട്ടുള്ള വീട്. വീടിന് എന്തുണ്ട്? ദർവാസയുണ്ട്. എന്താ ദർവാസ? വാതിലുണ്ട് അല്ലേ? കിടക്കി, ജനവാതിലുണ്ട് അല്ലേ? വീടിൻ്റെ മുറ്റത്ത് ഫൂലുണ്ട് അല്ലേ? മനോഹരമായിട്ടുള്ള നല്ലൊരു വീട്, അടിപൊളി വീട് അല്ലേ? അപ്പോൾ അതൊക്കെ ആ വീടൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഈ വീട്ടിൽ ആരെല്ലാം നമ്മൾ കണ്ടേക്കാം? നമ്മുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടാവും? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടാകും എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുക. അപ്പോൾ സാറേ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, സഹോദരനുണ്ട്, മുത്തശ്ശിയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടാവും അല്ലേ? അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതും നമ്മുടെ പരീക്ഷ പേപ്പറിൽ ചോദിക്കുന്നതും ഒന്നായാലോ? അപ്പം ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് നാളത്തെ ചോദ്യ പേപ്പറിൽ കണ്ടേക്കാം. ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ. നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ആരെല്ലാമാണ് ഉള്ളത്? താങ്കളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തരത്തിൽ എഴുതും അല്ലേ? ആപ്കെ ഘർ മേ അല്ലേ? കോൻ കോൻ ഹേ. ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ. അപ്പോൾ നമ്മൾ ചോദ്യം ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കുന്നത് എങ്ങനെ? ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, നിങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഘർ എന്ന് പറഞ്ഞാൽ വീടാണ്. ആപ്കെ ഘർ മേ, താങ്കളുടെ, ഘർ മേ വീട്ടിൽ അല്ലേ? വീട്ടിൽ ആരുണ്ട്? കോൻ കോൻ ഹേ. ആരെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാ. അബ്ബ, അച്ഛൻ അല്ലേ? അച്ഛനുണ്ട് നമ്മൾ എഴുതുന്നു. അമ്മി, അമ്മയുണ്ട്. ദാദാ, മുത്തശ്ശനുണ്ട്. ദാദി, മുത്തശ്ശിയുണ്ട്. ബായ്, സഹോദരനുണ്ട്. ബഹൻ, സഹോദരിയുണ്ട്. നമ്മൾ എഴുതിയല്ലോ. നമ്മുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് എഴുതി. ഇത് ശരിക്കും കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ എഴുതുക? നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട്. ഗർമേ അബ്ബാഹേ. നമ്മുടെ വീട്ടിൽ ആരുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്. വീട്ടിൽ ആരുണ്ട്? അച്ഛനുണ്ട്. അപ്പം നമ്മൾ ആര് ഉള്ളത് എന്നുള്ളത് ആ ആളുകളെ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ ഗർമേ അബ്ബാഹേ, വീട്ടിൽ ആരുണ്ട്? അച്ഛനുണ്ട്. അപ്പോൾ ഈ അബ്ബുള്ളോട് നമ്മൾ വീണ്ടും ദാദാ ആക്കി കൊടുത്ത്. അപ്പോൾ ഗർമേ ദാദാഹേ, വീട്ടിൽ മുത്തശ്ശനുണ്ട്. ഗർമേ ബായി ഹേ, വീട്ടിൽ സഹോദരനുണ്ട്. ഗർമേ അമ്മി ഹേ, വീട്ടിൽ ഉമ്മയുണ്ട്, അമ്മയുണ്ട്. ഗർമേ ദാദി ഹേ, വീട്ടിൽ ആരുണ്ട്? മുത്തശ്ശിയുണ്ട്. ഗർമേ ബഹൻ ഹേ, വീട്ടിൽ ആരുണ്ട്? സഹോദരിയുണ്ട്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ ആരുണ്ട് എന്നുള്ളത് ഗർമേ എന്ന് പറഞ്ഞിട്ട് ആരാണോ ഉള്ളത് ഹേ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഗർമേ അബ്ബാ ഹേ, ഗർമേ ദാദാ ഹേ, ഗർമേ ബായി ഹേ, ഗർമേ അമ്മി ഹേ, ഗർമേ ദാദി ഹേ, ഗർമേ ബഹൻ ഹേ അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിൽ ഇവരൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. എളുപ്പല്ലേ? അപ്പൊ ഇത്തരത്തിൽ ചോദ്യം കണ്ടാൽ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യൂലേ? നമ്മുടെ വീടിനെ കുറിച്ച് നമുക്ക് എഴുതാം. മേരാ ഗർ ഹേ അല്ലേ? മേരാ ഗർ അല്ലേ? മേരാ ഗർ ഹേ. ഇത് എൻ്റെ വീടാകുന്നു അല്ലേ? ഇതെൻ്റെ വീടാകുന്നു അല്ലേ? മേരാ ഖൂബ്സൂറത്ത് ഗർ ഹേ. ഇതെൻ്റെ ഭംഗിയുള്ള വീടാകുന്നു അല്ലേ? ഭംഗിയുള്ള വീടാകുന്നു. വലിപ്പത്തിലാണോ ഭംഗി? നമുക്ക് നമ്മുടെ വീട് ഏറ്റവും മനോഹരമായിട്ടുള്ള വീടാ അല്ലേ? മേരാ ചോട്ടാ ഘർ ഹേ, ഇതെൻ്റെ ചെറിയ വീടാണ്. അല്ലെങ്കിൽ മേരാ ബഡാ ഘർ ഹേ, ഇതെൻ്റെ വലിയ വീടാണ്.
ഒക്കെ നമുക്ക് എഴുതാം. നമ്മുടെ ചോദ്യ പേപ്പറിൽ നമ്മളോട് ചോദിച്ചതിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ഗർമേ അബ്ബാ ഹേ, ഗർമേ ദാദാ ഹേ, ഗർമേ ബായി ഹേ, ഗർമേ അമ്മി ഹേ, ഗർമേ ദാദി ഹേ, ഗർമേ ബഹൻ ഹേ. നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ ഇത്തരത്തിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ചോദ്യം നാളെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതൂലേ? ഇത് 5 മാർക്ക് എന്റെ മക്കൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. സെറ്റ് അല്ലടാ? അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.